ഒരു നല്ലൊരു കോംബോ ആണ് ആക്ടർ വേഴ്സസ് ആസ്ട്രോനോട്ട്. വേഴ്സസ് ഇല്ല, പ്ലസ് ആണ്. പ്ലസ് ഓക്കെ, നമ്മൾ ഇമ്പം കൂടിയിട്ടുണ്ട് നന്നായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു കോംബോ എങ്ങനെ ഇപ്പോൾ ആസ്വദിക്കുന്നു? ആ കോംബോ തുടക്കത്തിൽ മാത്രമേ നമുക്ക് ആ ഡിഫറൻസസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആക്ച്വലി ആഫ്റ്റർ 1.5 years ഓഫ് മാരേജ് ഞങ്ങൾ മിക്സായി. അതാണ് ഞാൻ പറഞ്ഞൊരു പ്ലസ്സായി. എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഇപ്പോൾ സ്പേസിനെ കുറിച്ചും അവരുടെ ലോകത്തിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല അറിവായി. നമ്മുടെ ഇൻഡസ്ട്രിയെ പറ്റിയും ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു പേഴ്സൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അദ്ദേഹത്തിനും നല്ലൊരു ക്ലാരിറ്റി ആയി. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമുക്കൊരു വാല്യൂ അഡീഷൻ വന്നു ലൈഫിൽ കംപ്ലീറ്റ്ലി രണ്ടുപേർക്കും. ഓക്കെ, നോർമലി നമ്മളിപ്പോൾ ഒരു ടൂർ അല്ലെങ്കിൽ വെക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ US UK അങ്ങനെയൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല മാം US പോയതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് തോന്നി. സംതിങ് റിലേറ്റഡ് ടു നാസ ആ ലൈഫ് അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ ഞാൻ 10 മാസം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രശാന്ത് ഏട്ടൻ 1 year ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരും ഇപ്പോൾ ഈ മാസം. ഭയങ്കര രസമായിരുന്നു. നാസ ഹ്യൂസ്റ്റൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ സ്റ്റേയും. നാസ സന്ദർശിക്കാൻ പറ്റി. വളരെ അതായത് ഡീറ്റെയിൽ സ്പെഷ്യൽ ടൂർ കിട്ടി, ഇൻസൈഡേഴ്സ് ടൂർ കിട്ടി. ശരിക്കും അന്തം പിടിക്കുന്ന രീതിയിലുള്ള അറിവും കാഴ്ചകളുമാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വാസ്റ്റാണ് എല്ലാം. അതുപോലെ ഒരു US ലൈഫ്, ഒരു 1 year-ഓളം US ജീവിച്ചതിൻ്റെ ആ ലൈഫ് ആസ്വദിക്കാൻ പറ്റി. സോ ഇറ്റ്സ് ബീൻ നൈസ്. ഇറ്റ് വാസ് ഓൾസോ ലൈക്ക് എ വെരി ലോങ് എക്സ്റ്റെൻഡഡ് ഹണിമൂൺ. സോ ഒരു 10 month ലോങ് ഹണിമൂൺ ആയിരുന്നു ഇൻ ദ US. ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തു. ഞങ്ങൾ നല്ലൊരു രസമുള്ളൊരു കാലിഫോർണിയ റോഡ് ട്രിപ്പ് ചെയ്തു. കുറേ നല്ല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു. അത്യാവശ്യം ഇറ്റ് വാസ് ഫൺ. അതിനെ ഏറ്റവും രസകരമാക്കിയത് ഇത്രയും വർഷമായിട്ട് വല്ലപ്പോഴും കുക്ക് ചെയ്തിരുന്ന ഞാൻ ഡെയിലി രാവിലെ എണീറ്റ് 3 meals കുക്ക് ചെയ്യും. അതും കുറേ വിഭവങ്ങളുള്ള മീൽസ്. ആൻഡ് ബിക്കോസ് അവർക്ക് ഇപ്പോൾ ആസ്ട്രോനോട്ട് ട്രെയിനിങ്ങിന് അവരുടെ ഹെൽത്തിനും ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായിട്ട് ഫുഡ് ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ന്യൂട്രീഷൻ വളരെ സ്പെസിഫിക് ആണ് ന്യൂട്രീഷനൊക്കെ. അപ്പോൾ അങ്ങനെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള മീൽസ് കുക്ക് ചെയ്യാൻ പഠിച്ചു. സോ ദാറ്റ് വാസ് ഫൺ. ആൻഡ് പ്രശാന്ത് ഏട്ടൻ ഇസ് എ ബിഗ് ഫുഡി. സോ വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ഫുഡ്. നമ്മൾ അധികം പുറത്ത് ഫുഡ് കുറച്ചൊക്കെ ട്രൈ ചെയ്തെങ്കിലും ഹോം ഫുഡായിരുന്നു നമ്മുടെ ഒരു വലിയ ബോണ്ടിങ്ങിൻ്റെ പാർട്ട്.